നല്ല നിലക്ക് ഭാര്യമാരോട് പെരുമാറണം. ഭാര്യയെ ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, ഭാര്യയുടെ ബാപ്പയെ പറയരുത്, ഉമ്മയെ പറയരുത്, ബാപ്പയുടെ ആങ്ങളെ നിസ്സാരപ്പെടുത്തി ഭാര്യയോട് സംസാരിക്കരുത്, അവളെ കുടുംബത്തെ ഇകഴ്ത്തി സംസാരിക്കരുത്. അതെല്ലാം അവളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വിഷയമാണ്. നമ്മുടെ ഭാര്യമാരായി വന്നപ്പോൾ അവർ നമുക്ക് സ്നേഹം നൽകുന്നവരാണ്. നമുക്ക് സന്താനമുണ്ടാകാൻ അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്നത് നിമിത്തമാണ്. നമുക്ക് മനസ്സിന് സമാധാനത്തിനും അവർ കാരണമാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുന്ന വ്യക്തികളാണല്ലോ നമ്മുടെ ഭാര്യമാർ. ആ ഭാര്യമാരോട് വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നല്ല നിലക്ക് പെരുമാറണം. അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന യാതൊരു വാക്കും പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതേസമയം അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അതേ ഭർത്താക്കന്മാർക്ക് ചില ബഹുമാനങ്ങൾ റബ്ബ് കൊടുത്തിട്ടുണ്ട്. അതിനാൽ അവർക്ക് വലിയ ഉത്തരവാദിത്വവും റബ്ബ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റിന് ബഹുമാനമുണ്ട്, അധ്യക്ഷം വഹിക്കുന്നത് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ കമ്മിറ്റി വളരെ കൃത്യമായി ചലിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമുണ്ട്. പള്ളി കമ്മിറ്റിയാണോ, ആ പള്ളിയിൽ ഒതുവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദി പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. അതേ അവിടെ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഉത്തരവാദി അവനാണ്. അതേ സ്ഥാനമുണ്ട്, അതിന് മാത്രം ഉത്തരവാദിത്വവുമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പണ്ഡിതന്മാർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരെ അതേ ഒരു പ്ലെയിന് ഓടിക്കുന്ന പൈലറ്റ്, അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്, അതേ സമയത്ത് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതേ കപ്പിത്താന് വലിയ ഉത്തരവാദിത്വമുണ്ട്, അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. അതുപോലെ മദ്രസയിലെ സദർ മുഅല്ലിമിന് ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന് ആ മദ്രസയുടെ മുഴുവൻ വിഷയത്തിലും ഉത്തരവാദിത്വമുണ്ട്. സ്ഥാനം ലഭിക്കുന്നതിനനുസരിച്ച് ഉത്തരവാദിത്വം വർദ്ധിക്കുമല്ലോ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഭാര്യമാരുടെ കാര്യങ്ങൾ നോക്കി നടക്കേണ്ടവരാണ് പുരുഷന്മാർ. മാത്രം പോരാ, ഭാര്യമാരുടെ എല്ലാ ചെലവും വഹിക്കേണ്ടവരാണ് പുരുഷന്മാർ, ഭർത്താക്കന്മാർ. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഭാര്യയും ഭർത്താവും മക്കൾക്ക് ഷെയറാണ്. ഞാനൊരു ദിവസം ഒരു കാറിൽ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളെ ഒരു സ്ത്രീ വിളിച്ചു. എനിക്ക് കാണാനും തൊടാനും പറ്റുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ വിളിച്ചു. അതേ പെട്ടെന്ന് ചോദിച്ചു, ആരാ? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളെ പാർട്ട്ണറാണ്. എനിക്ക് നല്ല സന്തോഷം തോന്നി കേട്ടപ്പോൾ. ഭർത്താവും ഭാര്യയും പാർട്ട്ണർമാരാണല്ലോ ജീവിതത്തിൽ. ഇരിക്കട്ടെ, ആ പാർട്ട്ണറായ ഭാര്യയുടെ കഥ എങ്ങനെയാണ്? 5 പൈസ ചെലവില്ലാത്ത പാർട്ട്ണറാ, ഇൻവെസ്റ്റ് ഒന്നുമില്ല. കാരണം ഭർത്താവിന് മഹർ കൊടുത്തിട്ടില്ല, ഭർത്താവ് അങ്ങോട്ട് മഹർ കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന് വസ്ത്രം ഇദ്ദേഹം ആ പെണ്ണ് വാങ്ങിച്ചു കൊടുക്കണ്ട, അതേ സമയത്ത് ഡ്രസ്സ് ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കണം. ഭർത്താവിന് ഒരു ചെലവും ഭാര്യ കൊടുക്കണ്ട, ഭാര്യയുടെ ചെലവ് മുഴുവനും ഭർത്താവ് കൊടുക്കണം. അങ്ങനെ പോയിട്ട് രണ്ടാളും പാർട്ട്ണർമാരായി ഉണ്ടായ മക്കൾ, ആ മക്കളുടെ ചെലവ് പൂർണ്ണമായി ഭർത്താവ് വഹിക്കണം, ഭാര്യ 5 പൈസയും വഹിക്കണ്ട. ഈ നിലക്ക് ഉത്തരവാദിത്വം വളരെ കൂടുതലുള്ള ഭർത്താവ്, ആ ഭർത്താവിന് ആ നിലക്ക് ബഹുമാനമുണ്ട്. പക്ഷേ അവിടെയും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബരംഗത്തുള്ള സമാധാനത്തിന് വേണ്ടി അവിടുന്ന് ഉപദേശം നൽകിയില്ലേ? അവിടുന്ന് പറഞ്ഞതെല്ലാം പടച്ച റബ്ബിന്റെ നിയമമല്ലേ? മമ്മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. മരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിനെ പ്രകോപിപ്പിക്കരുത്, ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കരുത്, ഭർത്താവിനെ നിന്ദിക്കരുത്, ഭർത്താവിൻ്റെ കുറ്റം മക്കളോട് പറയരുത്, ആരോടും പറയരുത്. ഭർത്താവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത്. മമ്മാത്തത്ത് വസൗജുഹാ അൻഹാറാദ് ദഖലത്തിൽ ജന്ന. പടച്ചവന്റെ നിയമങ്ങൾ അതിവിശാലമാണ്. മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും കൈവരിക്കാൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും പടച്ച റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പടച്ച റബ്ബിന്റെ അടിമകൾ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. വേദനയോടെ പറയട്ടെ, അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞേച്ച റസൂലാണ്, സാധാരണ വ്യക്തിയല്ല എന്ന് വിശ്വസിക്കുന്നവർ. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പലതും കാറ്റിൽ പറത്തുന്നു. വളരെ സങ്കടമല്ലേ? അവിടുന്ന് പഠിപ്പിച്ചു, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂ. നിങ്ങൾ മദ്യപാനികളാകരുതേ, നിങ്ങൾ കള്ളുടിയന്മാരാകരുതേ, നിങ്ങൾ ബ്രാൻഡിയും വിസ്കിയും ഓന്തരുതേ, നിങ്ങൾ ലഹരിയുള്ളതൊന്നും ഉപയോഗിക്കരുതേ. ഗൗരവത്തോടെ അവിടുന്ന് പഠിപ്പിച്ചു. പക്ഷേ ആ ലഹരി ഉപയോഗം എന്തെല്ലാം അപകടങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. മനസ്സിൻ്റെ സമനില തെറ്റാൻ, പലപ്പോഴും ഭാര്യയുമായി അതേ കലഹമുണ്ടാക്കാൻ, പലപ്പോഴും ഉമ്മയെ ചീത്ത പറയാൻ, പലപ്പോഴും കുടുംബ കലഹമുണ്ടാക്കാൻ. എന്തിനധികം പറയണം, നിരപരാധിയായി ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന വ്യക്തിയെ ലഹരി ഉപയോഗിച്ച് കാറോടിച്ച ഡ്രൈവർ പോയി ഇടിച്ച് തള്ളിയിട്ട് കൊല്ലുകയാണ്. എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ലഹരി കൊണ്ടുള്ളത്. ആ ലഹരി പാടില്ല എന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവന്റെ നിയമം നമ്മെ പഠിപ്പിച്ചതാണ്. അതനുസരിച്ച് ജീവിക്കേണ്ടവനാണ് പടച്ചവന്റെ അടിമ. ഹബീബ് നബി തങ്ങളെ നേതൃത്വം അംഗീകരിച്ച മുസ്ലിം ഇതുപോലെ പലിശ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അതേ കളവ് നടത്താൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ഗീബത്ത് അതേ മറ്റൊരാളെ കുറ്റം പറയാൻ പാടില്ല, ഏഷണി പറയാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല. അങ്ങനെ എത്രയെത്ര നിയമങ്ങളാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ ഒന്നും ഒരു വർഗീയതയും ഇസ്ലാമിൽ ഇല്ല. കളവ് പറയരുത്, മുസ്ലിമിനോടും പറയരുത്, അമുസ്ലിമിനോടും പറയരുത്. ചതിക്കരുത്, മുസ്ലിമിനെയും ചതിക്കരുത്, അമുസ്ലിമിനെയും ചതിക്കരുത്. ചീത്ത വിളിക്കരുത്, മുസ്ലിമിനെയും ചീത്ത വിളിക്കരുത്, അമുസ്ലിമിനെയും ചീത്ത വിളിക്കരുത്. ഭീഷണിപ്പെടുത്തരുത്, ആരെയും ഭീഷണിപ്പെടുത്തരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും എന്നല്ല, സാമൂഹ്യമായി മനുഷ്യരിടപെടുന്ന വിഷയങ്ങളിൽ ഒരേപോലെ നിയമം. ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും ആക്രമിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്. അവിടെയൊന്നും മതപരമായ വിവേചനം ഇല്ല. എല്ലാവർക്കും നന്മ നൽകുക, എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക, അതല്ലേ ഇസ്ലാം. ആ മഹത്തായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി തീവ്രവാദിയാകുന്നവർ, ഭീകരവാദിയാകുന്നവർ, അക്രമം അഴിച്ചുവിടുന്നവർ, എന്തിനധികം പറയണം ആലിമീങ്ങളെപ്പോലും ചീത്ത വിളിക്കുന്നവർ, സയ്യിദന്മാരെപ്പോലും നിന്ദിച്ച് സംസാരിക്കുന്നവർ, അങ്ങനെ മനുഷ്യൻ വളരെ വളരെ അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം പറയട്ടെ, വയുഖ്ബദുൽ ഇൽം, ഇൽമ് യുർഫഉൽ ഇൽം,
ഇൽമു ഉയർത്തപ്പെടും, ഇൽമു പിടിക്കപ്പെടുമെന്നൊക്കെ ഹദീസിലുണ്ട്. അന്ത്യനാളിൽ അതെങ്ങനെയാണ്? ബിഖബ്ദിൽ ഉലമാ, ആലിമീങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ഇൽമില്ലാതെയാവുകയാണ്. അങ്ങനെ വരുമ്പോൾ അറിവില്ലാത്തവൻ അറിവുള്ളവനായി ചമയുകയാണ്. അവൻ സ്വന്തം തന്നെ യൂട്യൂബിൽ പ്രസംഗം നടത്തുകയാണ്, അല്ലെങ്കിൽ അവൻ വാട്സപ്പിൽ അതാ പറഞ്ഞു വിടുകയാണ്. പറയുന്നത് ശരിയാണോ തെറ്റാണോ അത്തരം ചിന്തയൊന്നുമില്ല. ജനങ്ങൾക്കിടയിൽ ഞാൻ അറിയപ്പെടണം എന്ന ചിന്തയാണ്. ഞാൻ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം, യൂട്യൂബുകാരോട് ക്യാഷ് കിട്ടണം. അങ്ങനെ ഭൗതികമായ ചിന്തയിൽ പറയുന്നത് ഹക്കാണോ ബാത്തിലാണോ ഒരു ചിന്തയുമില്ലാതെ എന്തും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? അയൽവാസികൾക്ക് വലിയ നന്മ ചെയ്യണം, എത്ര ഹദീസുകളാണ്. പക്ഷേ അയൽവാസിക്ക് എന്തുണ്ട് ദ്രോഹം ചെയ്യാൻ എന്ന് ചിന്തിക്കുന്ന ജനങ്ങളല്ലേ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു അയൽവാസിയുടെ വാഹനം അതൊന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരല്പം മണ്ണിൻ്റെ മതിലുണ്ട്, അതൊന്നല്പം വിശാലത കൂട്ടാനൊരു സഹകരണം ചോദിച്ചാൽ എത്ര ലക്ഷം തന്നാലും അനുവദിക്കുകയില്ലെന്ന് പറയുന്ന വാശിക്കാരില്ലേ? അയൽവാസികളോടുള്ള കടപ്പാട് വീട്ടുന്നില്ല. സ്വന്തം മക്കളെ പഠിപ്പിച്ച് നന്നാക്കി തഖ്വയിൽ അധിഷ്ഠിതമാക്കി ജീവിപ്പിച്ച് പഠിപ്പിക്കേണ്ട ജനങ്ങൾ ആ മക്കളെ നമ്മുടെ ഈ ഒറ്റപ്പാലം മർക്കസ് പോലുള്ള സിറാജുൽ ഹുദ പോലെ മർക്കസ് പോലെ മഅ്ദിന് പോലെ പല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ചേർക്കുമ്പോൾ ആ കുട്ടികൾ ഒരു ദീനീ ചുറ്റുപാടിൽ വളരണം. അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കണം, മറ്റുള്ളതെല്ലാം നേടണം. അതോടുകൂടെ തന്നെ ഭൗതികമായ വിഷയം മാത്രം പോരാ, മതചിന്തയുള്ള മകനാകണം എന്ന് ചിന്തിക്കുന്നില്ലേ? എന്നാൽ അത് വേണമെന്നില്ല. ഒരു മതപരമായ നിയന്ത്രണങ്ങളുമില്ലാത്ത സ്ഥാപനങ്ങളിൽ പിഞ്ചുമക്കളെ കൊണ്ടുപോയി ചേർത്ത് ആ മക്കൾ പിന്നീട് ഇറങ്ങി വന്ന് അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സ്ഥാപനമാണെങ്കിൽ ഇറങ്ങി വന്ന കുട്ടി ബാപ്പ മുശ്രിക്കാണ് ഉപ്പാപ്പ മുശ്രിക്കാണെന്ന് പറയുന്ന അവസ്ഥ. ചിലപ്പോൾ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ അല്ലാത്തവരോ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചു വരുമ്പോൾ പിന്നെ നിസ്കാരമില്ല, ഉളുവിനെക്കുറിച്ച് ബോധമില്ല, നോമ്പിനെക്കുറിച്ച് ബോധമില്ല. ഇങ്ങനെ സ്വന്തം മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന ധാരാളം രക്ഷിതാക്കളില്ലേ? ഉത്തരവാദിത്വം നിർവഹിക്കാത്തവർ. ഇങ്ങനെയൊന്നുമല്ലല്ലോ നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ഞാൻ ചിലത് സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഒരു റബ്ബിൻ്റെ അടിമകളാണെന്ന ബോധത്തോടെ ജീവിക്കണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. റഹ്മാനായ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവർ ഭൂമിയിലൂടെ വളരെ നിസ്സാരന്മാരാണ് ഞങ്ങളെന്ന ചിന്തയിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ അവർ വലിയവരായിരിക്കാം. വളരെ താഴ്മയോടുകൂടെ നടക്കുന്നു. അവർക്ക് അഹങ്കാരമില്ല, തുള്ളിച്ചാടലില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ചില കല്യാണങ്ങളോടുകൂടെയൊക്കെ നടക്കുന്ന ആഭാസങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഒരു വിവാഹമെന്ന് പറയുന്നത് ആ വിവാഹത്തിൽ സമാധാനവും സന്തോഷവും നൽകേണ്ടവൻ റബ്ബാണ്. അതിൽ ഹൈറായ മക്കളെ നൽകേണ്ടവൻ റബ്ബാണ്. ഭാവിയിൽ ഈ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകേണ്ടവൻ റബ്ബാണ്. ആ റബ്ബിന്റെ സഹായമില്ലാതെ വല്ലതിനും സാധിക്കുമോ? 2, 3, 4 മക്കളുള്ള സ്വന്തം ഭാര്യ ആ മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോകുന്ന രംഗങ്ങൾ. 3, 4 മക്കളായിട്ട് എനിക്ക് ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സ്ത്രീകൾ. ഇതേപോലെ 3, 4 മക്കളുണ്ടായതിന് ശേഷം സ്വന്തം ഭാര്യയോട് മനസ്മടുത്തു, ഇനി അവൾ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഭർത്താക്കന്മാർ. ഇതൊക്കെ നമ്മൾ ദിനേന കാണുന്നില്ലേ?
ആരാണ് നമുക്ക് സന്തോഷകരമായ ജീവിതം മരണം വരെ തരേണ്ടത്? ആരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്? ആരാണ് നമ്മെ ഭരിക്കുന്നത്? അവനല്ലേ അല്ലാഹ്. ആ അല്ലാഹു പൊരുത്തപ്പെടാത്തത് നിക്കാഹിന്റെ സമയത്ത് തന്നെ സ്വർണത്തിന്റെ മോതിരവും ധരിച്ചുകൊണ്ട് നിക്കാഹിനിരിക്കാമോ? നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ അതേ നന്നായി ചമയിച്ചൊരുക്കിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി മറ്റുള്ളവർക്ക് ദർശനത്തിന് വെക്കാമോ? ഇതേപോലെ സുബ്ഹാനല്ലാഹ് ആ കല്യാണ സദസ്സിൽ ആഭാസകരമായ എന്തെല്ലാമോ നടത്താമോ? ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പ്രശസ്തരായ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നേതാക്കളെയുമൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി നിക്കാഹ് നടത്തി. അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ പച്ച ഹറാബ് അതേ സ്റ്റേജിൽ തുടങ്ങി. അങ്ങനെയല്ലേ പല കല്യാണങ്ങളും പൊടിപിടിക്കുന്നത്. കാലം കുറച്ചേ മുന്നോട്ടെത്തിയാൽ ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ എന്താണെന്ന് ദുന്യാവിലുള്ള വിഷയം നിനക്കറിയാമോ? ആഖിറത്തിലുള്ളതറിയാമോ? ഇല്ല. റബ്ബിനെ കുറിച്ചുള്ള ചിന്തക്ക് പകരം അഹങ്കാരം മനുഷ്യനെ പലതും ചെയ്യിപ്പിക്കുകയാണ്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. പടച്ചവന്റെ അടിമയാണെന്ന ബോധത്തോടെ ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ, അവർക്ക് അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. അവർ സ്റ്റാറ്റസ് നടിക്കാൻ വേണ്ടി ഹറാമും ഹലാലും നോക്കാത്ത പ്രവർത്തനങ്ങളില്ല. അവർ താഴ്മയോടെ ലോകത്ത് ജീവിക്കുന്നു. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അറിവില്ലാത്തവർ അവരോട് സംസാരിച്ചാൽ അവിടെ സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നു. അതിനെല്ലാം തിരിച്ചടിക്കണമെന്ന ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളമില്ല. അവർ വളരെ ക്ഷമയുള്ളവരായി അവർ ജീവിക്കുന്നു. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞ ലക്ഷണം താഴ്മയാണ്, വിനയമാണ്, അഹങ്കാരമില്ല. ഓ സുഹൃത്തുക്കളെ, അത്തരം ആളുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടാകും.